ഗായ്സ് നമുക്കിന്ന് ഹെൽത്തി ആയിട്ടൊരു ബ്രോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. ഞാൻ അതിൻ്റെ പിക്ചർ ഇവിടെ കാണിക്കാം. ഇതാണ് അതിൽ ഒരെണ്ണം. ഇതിൽ നമ്മൾ ആവശ്യത്തിന് നമ്മൾ എത്ര ചിക്കൻ എടുക്കണോ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള പൊടി എടുത്തിട്ട് ഇതൊന്ന് കലക്കണം. എന്നിട്ട് നമ്മുടെ ചിക്കൻ പീസ് അതിൽ മുക്കിയിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇത് ഫസ്റ്റ് നിങ്ങൾക്ക് കലക്കുമ്പോൾ ഇതൊന്നും വെള്ളം പോലെയാണല്ലോ ഒന്ന്, പക്ഷേ കുറച്ചൊന്ന് കലക്കി അത് ചെറിയ രീതിയിലൊന്ന് തിക്കായി വരും കേട്ടോ, വല്ലാണ്ടല്ല കുറച്ച്. പിന്നെ നമ്മൾ അതിൽ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മുടെ മുഴുവൻ ചിക്കൻ പീസ് അതിൽ നന്നായി മുങ്ങി കിഴക്കണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ആ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ നമ്മളത് റെഫ്രിജറേറ്ററിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. ഇനിയാണ് ബാക്കി പരിപാടി. ഇതാണ് ആ രണ്ടാമത്തെ പാക്കറ്റ്. ഞാൻ പറഞ്ഞില്ല വേറൊരു പൊടി ഉണ്ടെന്ന്. അപ്പോൾ ബ്രെഡ് ക്രംസും മൈദയും അതിന് ആവശ്യത്തിനുള്ള പൊടിയും കൂടി എടുത്തിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതായത് ഈ മൂന്നും കൂടെ കൂട്ടിക്കുഴച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആക്കി വെക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ എടുത്തിട്ട് ഇതിൽ നന്നായി കോട്ട് ചെയ്തെടുക്കുക. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിന്ന് ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കണമെന്ന് ബ്രോസ്റ്റ്. അപ്പോൾ നമ്മൾ തീരെ ഓയിൽ യൂസ് ചെയ്യണില്ല. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എയർ ഫ്രയറിലാണ് കേട്ടോ. എയർ ഫ്രയറിലാന്ന് വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ്റെ എല്ലാ പീസും അതിൽ നന്നായി മുക്കിയെടുത്ത് നമ്മൾ നമ്മുടെ എയർ ഫ്രയറിൻ്റെ ട്രേയിൽ വെച്ച് സെറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മളത് എയർ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, വേണമെങ്കിൽ മാത്രമാണ്, ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ എയർ ഫ്രയറിൽ 13 മിനിറ്റ് ഒരു സൈഡ് വെച്ചിട്ട്, ഒരു സൈഡ് 13 മിനിറ്റിൽ 200 ഡിഗ്രി സെൽഷ്യസും അതേപോലെ അത് തിരിച്ചിട്ട് 13 മിനിറ്റിൽ 200 ഡിഗ്രി സെൽഷ്യസും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആൻഡ് ഹെൽത്തി ബ്രോസ്റ്റ് റെഡിയായി. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഗൈസ്. 2-3 പീസ് കഴിച്ചപ്പോഴേക്കും എനിക്ക് മതിയാവുന്നില്ല. ഞാൻ പിന്നെയും കുറേ കഴിച്ചു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം. ടാറ്റാ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.